അതുകൊണ്ടാണ് നബിയെ അയ്യുന്നാസി അഹഖു ബിഹുസ്നി സ്വഹാബതി, എന്റെ ഏറ്റവും നല്ല പെരുമാറ്റം ഞാൻ ആരോടാണ് പെരുമാറേണ്ടത് എന്ന് ചോദിച്ചതിന് മറുപടി എന്താണ്? ആരോടാണ് നബിയെ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നമ്മൾ ആരോട് നന്നായി പെരുമാറേണ്ടത്? ഉസ്താദിനോട്, അധ്യാപകനോട്, നമ്മുടെ മാനേജറോട്, നമ്മുടെ എംപ്ലോയറോട്, നമുക്ക് ജോലി എന്ന ആളോട്, നമ്മളൊക്കെ വിസ എടുത്ത ആളോട്. നമ്മളങ്ങനെ പലരോട് നന്നായി ഭയങ്കര ഡീസൻ്റ് ആകാരം. ഒരിടം നമ്മൾ ചൂടായി പോരുവോ? ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾ മിണ്ടാ പോയിക്കാണി ഉമ്മ, നിങ്ങൾക്ക് ഇതന്നെ എപ്പോഴും വേറൊന്നും ഇല്ലേ? നമ്മൾ എന്തൊക്കെ ഡയലോഗ് പറയും. ചിലപ്പോ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിനക്ക് ജോലി തന്ന ആളോടല്ല, നന്നായി പെരുമാറിക്കോളി. ഏറ്റവും നന്നായി ആരോടാ? ഉമ്മുക, നിന്റെ ഉമ്മയാണ് ഏറ്റവും നല്ല പെരുമാറ്റം അർഹിക്കുന്നത്, ഉമ്മയോടാണ്. അപ്പൊ സ്വഹാബി ചോദിച്ചു, നബിയെ സുമ്മമൻ, ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? വീണ്ടും പറഞ്ഞു ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. വീണ്ടും ചോദിച്ചു, പിന്നെ ആരാ നബിയെ? സുമ്മമൻ ഖാല ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. 3 തവണ ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോട്. സുമ്മ ഖാല അബൂക്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിന്റെ ഉപ്പയോട്. മക്കൾക്ക് ഉമ്മയും വാപ്പയാണ്. പക്ഷെ വാപ്പയാവാൻ വാപ്പ ഒരിടങ്ങേറും അനുഭവിച്ചിട്ടില്ല. ഉമ്മ ഗർഭധാരണം നടന്നത് മുതൽ ഛർദി തുടങ്ങി, ഞരമ്പ് വലി തുടങ്ങി, ഉറക്കം കിട്ടാണ്ടാവല് തുടങ്ങി, ഭക്ഷണത്തിന്റെ സ്മെല്ല് പറ്റാണ്ടാവല് തുടങ്ങി. പിന്നെ ഗൈനക്കിനെ കാണാൻ വേണ്ടി പോകുന്ന ത്യാഗം തന്നെ വലിയ ജിഹാദാണ്. ഒരു നിലമ്പൂർക്കോ മഞ്ചേരിക്കോ ഇടയ്ക്കര എവിടെങ്ങളോ പോലെ എനിക്കറിയില്ല, ഇവിടെ ചെന്ന് കാത്തുനിന്ന് ഒരു ഡോക്ടർ അപ്പോയിൻമെന്റ് കിട്ടി, പരിശോധന കഴിഞ്ഞ് പടച്ചോനെ വിശപ്പും ദാഹവും തളർച്ചയും, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബസ്സിലോ തിരിച്ചുപോയി, ഇതൊക്കെ പ്രസവിക്കണവരെ ആണെങ്കിൽ സഹിക്കുക. അത് കഴിഞ്ഞ് കുട്ടിക്ക് ജലദോഷം, കുട്ടിക്ക് ചുമ, കുട്ടിക്ക് കഫക്കെട്ട്, കുട്ടിക്ക് ന്യൂമോണിയ, ഭർത്താവ് കൂളായിട്ട് കുറുക്കം വെച്ച് ഉറങ്ങുന്നുണ്ടാവും, ഭാര്യ ഇപ്പുറത്തുണ്ടാവും, അല്ലേ? നിങ്ങൾ ആലോചിക്കണം. കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കഴിഞ്ഞാൽ കുട്ടിനെ വല്ലാണ്ട് സ്നേഹിക്കുക, ഭാര്യയോട് പിന്നെ പഴയ സ്നേഹമൊന്നുമില്ല. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ മുളച്ചുണ്ടായതാ? ഈ കുട്ടി ഉണ്ടായത് ഈ ഭാര്യയിലൂടെയല്ലേ?